പഴയ കാലത്തിൻ്റെ ഓണാഘോഷങ്ങൾ കണ്ടുമുട്ടലിൻ്റെയും കൂടിച്ചേരലിൻ്റെയും ആഘോഷങ്ങളായിരുന്നു. ഓണ ഓർമ്മയുടെ ആലോചനയിൽ തന്നെ ധാരാളം കഥകളും കവിതകളുമാണ് ഓർമ്മയിൽ വരുന്നത് എന്ന പ്രശസ്ത ഗാനരചയിതാവും നാടകപ്രവർത്തകനുമായ സുരേന്ദ്രൻ അടുത്തല. നാടകപ്രവർത്തകനായും രചയിതാവായും സംവിധായകനായും നാടകവേദികളിലും തിരശ്ശീലയ്ക്ക് മുന്നിലും പിന്നിലും നിറഞ്ഞുനിന്ന വ്യക്തിത്വം. എഴുതിത്തീർത്ത അക്ഷരക്കൂട്ടങ്ങളുടെ കൂട്ടത്തിൽ പിറന്നത് എണ്ണിയാൽ തീരാത്ത ലളിതഗാനങ്ങളും സംഗീതശില്പങ്ങളും നാടകങ്ങളും നാടകഗാനങ്ങളും കവിതകളും ഉൾപ്പെടെയാണ്. പുസ്തകക്കൂട്ടങ്ങൾക്കിടയിൽ കടലാസുകൾ മറിച്ചു നോക്കി ഓർത്തെടുക്കുകയാണ് വർത്തമാന ന്യൂസിൻ്റെ ഓണ ഓർമ്മകളിൽ സുരേന്ദ്രൻ അടുത്തല എന്ന അതുല്യ പ്രതിഭ. ഓണം വന്നേ. ഓണത്തിൻ്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓരോത്തുന്നത് പൂക്കളവും ഒക്കെയാണ്. അത് 10 ദിവസവും കൂടണം വീട്ടുമുറ്റത്ത്. അത് നമ്മൾ തലേന്ന് പൂക്കൾ കൊട്ടയിൽ ശേഖരിച്ച് കൊണ്ടുവരും. അതിനിഷ്ടംപോലെ പൂക്കളും ഇപ്പം നമ്മുടെ പറമ്പുകളിൽ തന്നെ ഉണ്ടാവും. തുമ്പപ്പൂവാണ് പ്രധാനം. ഇന്ന് തുമ്പപ്പൂവാടും കാണാനില്ല. അതുപോലെ കാക്കപ്പൂ മാടായിപ്പൂവൊക്കെ ഇഷ്ടംപോലെ കൊല്ലം കാക്കപ്പൂ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചെമ്പകപ്പൂ, പാലപ്പൂ, തെച്ചി, അങ്ങനെ തുടങ്ങിയ കുറേ പിന്നെ കിട്ടാവുന്ന നാടൻ പൂക്കളാണ്. പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത് നമ്മൾ നാട്ടിലെ പൂക്കൾ ശേഖരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇലയുടെ കൊട്ടയാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. ഇന്നെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ടകളാണ്. പ്ലാസ്റ്റിക് പൂക്കളും ഉപയോഗിക്കുന്നുണ്ട് ഇന്ന്. പണ്ട് അതൊന്നല്ല. പണ്ട് നാട്ടുപുറങ്ങളിൽ വേലിക്കൊക്കെ ഉണ്ടാകുന്ന വേലിപ്പൂ, അങ്ങനെ ഉള്ള പൂക്കൾ, നാടൻ പൂക്കളാണ് അന്ന് ശേഖരിച്ചിട്ട് കൊണ്ടുവന്ന് നമ്മൾ വീട്ടുമുറ്റങ്ങളിൽ അലങ്കരിച്ച് പിന്നെ പൂക്കളങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഇന്നിപ്പോൾ എല്ലാം അതിൻ്റെ രീതികളൊക്കെ മാറി. പൂക്കൾ കിട്ടാണ്ടായി, പറമ്പുകളില്ലാതായി, കാടുകളില്ലാതെ, കാടും മേടും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ പിന്നെ നാടൻ പൂക്കൾക്ക് പിന്നെ അടിസ്ഥാനമില്ലാതെ. അതുകൊണ്ട് ഓണപ്പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ പഴയ കാലഘട്ടങ്ങളിൽ പാട്ടുപാടിനാണ് പൂ പറിക്കാനും പോവുക. അങ്ങനെ എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മയിലൊന്നും വരുന്നില്ല പാട്ടുകൾ. പണ്ട് ഒക്കെ ഇഷ്ടംപോലെ പാട്ടുകൾ പാടിയിട്ടാണ് പാടുന്നത്. അപ്പോൾ ഓണപ്പാട്ട്. അപ്പോൾ പിന്നെ സദ്യയാണ്, ഓണസദ്യ. വിഭവസമൃദ്ധമായ സദ്യ. അതായത് കർക്കിടക മാസമൊക്കെ കഴിഞ്ഞ് നിറയും കുത്തരിയെല്ലാം കഴിഞ്ഞ് വരുന്ന ഒരു ആഘോഷമാണ് ഓണം. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷം. ഈ ഓണാഘോഷത്തിന് അവസാനം തിരുവോണമായ ദിവസമാണ് യഥാർത്ഥ ഓണം. ആ ഓണത്തിന് ഓണസദ്യ, ഓണത്തപ്പന വരവേൽക്കൽ, അങ്ങനെ അത് ഭക്ഷണത്തിന് സദ്യക്ക് ശേഷം സ്ത്രീകളൊക്കെ കയ്യോട്ടിക്കളി, കുമ്മി അടി, അങ്ങനെയുള്ള കളികൾ, ഊഞ്ഞാലാട്ടം, അങ്ങനെയൊക്കെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെടും. ആ ആണുങ്ങൾ അവരുടേതായ വിനോദങ്ങളിൽ അവരും ഏർപ്പെടും. അങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പല രീതിയിലുള്ള വിനോദ പരിപാടികൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവുക. ഇന്നിപ്പോൾ പിന്നെ അത്തരത്തിലുള്ള നാടൻ തരത്തിലുള്ള വിനോദ പരിപാടികൾ ഒന്നും ഇന്നില്ല. ഇന്നെല്ലാം റെഡിമെയ്ഡായിട്ടുള്ള എല്ലാ രംഗത്തും, സദ്യ രംഗത്തായാലും പൂക്കൾ കാര്യം നേരത്തെ പറഞ്ഞു, ഒക്കെ എല്ലാം റെഡിമെയ്ഡാണ് ഇന്ന്. കടകളിൽ പോയാൽ നമ്മൾ കാശ് കൊടുത്താൽ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ എന്ത് കിട്ടും. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് എല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് വിഭവങ്ങൾ ഉണ്ടാക്കുക. ആ വിഭവങ്ങളാണ് എല്ലാവരും കൂടി ഇരുന്നത് ഭക്ഷിക്കുക. അതങ്ങനെ ഒരു ഐക്യത്തിൻ്റെ, ഒരു കൂട്ടായ്മയുടെ, ഒരു സ്നേഹബന്ധത്തിൻ്റെ ഒക്കെ ഒരു ഒരുമ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹൃദയബന്ധങ്ങളുടെ ഒരുമ, അതൊന്നും ഇന്ന് കിട്ടാനില്ല. പണ്ട് അതൊക്കെ ആയിരുന്നു ഓണം. ഓണം എന്ന് പറയുമ്പോൾ പുറത്തുള്ളവർ, ബോംബെയിലോ മദ്രാസിലോ ഒക്കെ ഉള്ള ആൾക്കാർ ബന്ധുവീടുകളിലേക്ക് ഇരച്ചു വരുന്നത് ആ ഓണ സമയത്താണ്. അത് ഒത്തുകൂടാനാണ്, അവരുടെ സ്നേഹബന്ധങ്ങൾ പരസ്പരം പങ്കിടാനാണ്. അങ്ങനെയുള്ള അത് കൈകൊട്ടിക്കളിയിലും
മറ്റേ തരത്തിലുള്ള ലീലാവിലാസങ്ങളിലും ഒക്കെ ഊഞ്ഞാലാട്ടം അങ്ങനെ എല്ലാ ഇനങ്ങളിലും ഈ പൂടുന്നതിലായാലും എല്ലാത്തിലും ആ ചേർച്ച, ഒരുമ, ആ ഒത്തൊരുമ, ആ സന്തോഷം, ആഹ്ലാദം പങ്കിടല്, കുറെ കാലമായിട്ട് കാണാത്തവര് പരസ്പരം കാണുമ്പോൾ ഉണ്ടാകുന്ന ഉത്സാഹം, അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭൂതിയാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇതെല്ലാം കാട്ടിക്കൂട്ടി ഒപ്പിക്കുന്ന റെഡിമെയ്ഡ് സമ്പ്രദായങ്ങളിലേക്ക് മാറ്റങ്ങൾ വന്നുപോയി. അത് ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാലത്തിൻ്റെ ഓരോ രൂപ മാറ്റങ്ങളാണ് അത് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കര കര കർക്കിടകം കൂര കൂര ഇരുട്ടും മഴയും. അങ്ങനെ ആ ദാരിദ്ര്യമുള്ള കാലഘട്ടം കഴിഞ്ഞ് അല്പം ആഘോഷത്തിൻ്റെയും അല്പം ഭക്ഷണ സാധനങ്ങളുടെ ലഭ്യതയും ഒക്കെ കൂടി വരികയാണ്. അപ്പോൾ വാവ് വന്നു, വാതിൽ തുറന്നു. കർക്കിടക മാസത്തെ വാവ്, ഈ ആണ്ടുബലിയൊക്കെ ഇടുന്ന ആ കാലഘട്ടം, ആ ആണ്ടുബലി വരുന്നതോടുകൂടി ഉത്സവാഘോഷങ്ങളുടെ വാതിൽ തുറന്നു എന്നാണ്. വാവ് വന്നു, വാതിൽ തുറന്നു. അങ്ങനെ അതോടുകൂടി ഉത്സവാഘോഷങ്ങളുടെ വാതിൽ തുറന്നു. പിന്നെ വഴിക്കൊഴിക്കായിട്ട് നിറ വന്നു, തിറം കൂടി, പുത്തരി വന്നു, പത്തരി വെച്ചു. അങ്ങനെ ആൾക്കാരുടെ ആഘോഷങ്ങൾ ഇങ്ങനെ പഴയ കാലഘട്ടത്തിലെ ആഘോഷങ്ങൾ പടിപടിയായിട്ട് ആദ്യം കതിരാണ് ഉണ്ടാവുക. ആ കതിർ കൊണ്ടുവന്നിട്ട് വീടുകളിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിറവലം കെട്ടിയിട്ട് നിറ നിറ പുലി പുലി, നിറ നിറ പുലി പുലി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാട്ടൊക്കെ പാടിയിട്ട് ഓരോരോ സ്ഥലത്ത് പടിഞ്ഞേറ്റയും കുട്ടിലകത്തും അതുപോലെ ആലയിൽ പോലും പശുവിനൊക്കെ അന്ന് പശുവൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണല്ലോ. പശുക്കളെ പോറ്റുക, അതിൻ്റെ പാല് ലഭിക്കുക, അതിൻ്റെ ചാണകം വളമാക്കുക, അങ്ങനെയുള്ള ഒരു 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 കാർഷിക സംസ്കാരത്തിലാണല്ലോ നമ്മൾ ഈ അതൊക്കെ അന്നുണ്ടായിരുന്നത്. ഈ നിറയും പുത്തരിയും ഒക്കെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഈ നിറവനം കൊണ്ട് നിറച്ചു, കതിർ നിറച്ചു. പിന്നീടാണ് ആ നെല്ല് മൂക്കുമ്പോഴാണ് ആ നെല്ലിൽ അരിയിലൊക്കെ ആവുന്നതും. അതങ്ങനെ പിന്നീട് ചെറിയ പുത്തരി, കുഞ്ഞു പുത്തരി, നക്കിപ്പുത്തരി എന്നൊക്കെ പറയും. നക്കിപ്പുത്തരിയൊക്കെ ഒരു താളാൻ ചപ്പലിൽ താളിൻ്റെ ഇലയിൽ പിന്നെ ഇങ്ങനെ കോട്ടിയിട്ട് ഒരു ചെറിയ ഇത് നക്കിപ്പുത്തരി ഉണ്ടയാക്കിയ രീതിയിൽ വെക്കും. എല്ലാവരും നിരന്നിരുന്നിട്ടുണ്ടാവും. അതിങ്ങനെ നക്കിയിട്ട് കഴിക്കുന്നത് കൊണ്ടാണ് നക്കിപ്പുത്തരി എന്ന് പറയുന്നത്. പിന്നെ ആണ് ശരിക്ക് നെല്ല് ഒക്കെ കണ്ടെത്തുന്ന കൊണ്ടുവന്ന് മുറിഞ്ഞ് കൊണ്ടുവന്ന് നെല്ലാക്കി, വീട്ടിൽ നെല്ലാക്കി പുഴുങ്ങി നല്ല അരിയാക്കി അതിനുശേഷം അതാണ് പിന്നെ സമൃദ്ധമായിട്ടുള്ള പുത്തരി സദ്യ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ പുത്തരി സദ്യയോട് കൂടിയിട്ട് വിഭവങ്ങൾ ധാരാളമായിട്ട് അത് പിന്നെ ക്രമേണ ഓണത്തിലേക്ക് കടക്കുകയാണ്. ഓണം 10 ദിവസമാണല്ലോ. അപ്പോൾ ആ കാർത്തിക മുതൽക്ക് തുടങ്ങിയിട്ട് ആ ഓണം അങ്ങനെ 10 ദിവസത്തിൽ ഓണം വരെ വളരെ ഗംഭീരമായ ആഘോഷങ്ങൾ നടക്കും. പറഞ്ഞു തീരാത്ത അനുഭവകഥകൾ പറഞ്ഞു പോകുന്നതിനിടയിൽ ഇക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിടുന്ന ചിലരുടെ കഥകളും കവിതകളും അനുഭവ കഥകളും ചിലർ പുകഴ്ത്തിപ്പറയുന്നതായി കാണുന്നു. അവരുടെ സർഗാത്മവാസനയെ കൊല്ലുകയാണ് അവർ ചെയ്യുന്നത്. പകരം തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തിരുത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറയുന്നു. പ്രണയം മാത്രമാണ് കവിതകൾ എന്നതിന് മാറ്റം വരണം. മനുഷ്യന്റെ വേദനകൾക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും അദ്ദേഹം പറയാൻ മടിച്ചില്ല. ഉത്രാടം തുടിച്ച് രസിച്ചു കുളിച്ചു, ആതിരത്തന്നെ കുമ്മിയടിച്ചു. അത് നല്ല പാട്ടുണ്ട്, തീർക്കാറുണ്ട്. ചരണ്ടു കുളിച്ചൊരു ചെക്കി പൂവിന് തിരിനീട്ടി സിന്ദൂര ചെമ്പുലരി, ചിങ്ങ മുയലോളി കാക്കപ്പൂവിന് ചിന്നിച്ചെയ്തറി നീലിമഭൂഷി, ശ്രാവണ തിരുവോണ
മലയാളി മങ്ക ആവണിക്കോടെ പുടവ ചുറ്റി പൂപ്പൊലി പാടി തുമ്പികൾ തുള്ളി പൂക്കളത്തുമ്പകൾ ചിരിച്ചതിലേറ്റും പൂപ്പൊലി പാടി തുമ്പികൾ തുള്ളി പൂക്കളത്തുമ്പകൾ ചിരിച്ചതിലേറ്റും അരമണിക്കിങ്ങനെ മണിയോശയിൽ തിരുമുറ്റത്താടെ ഓണത്താറും അരമണിക്കിങ്ങനെ മണിയോശയിൽ തിരുമുറ്റത്താടെ ഓണത്താറും ഓണക്കളികളും ഉത്സവമേളവും ഓർമ്മയിലാശയാൽ തെളിയുന്നു ഞാൻ ഓണക്കളികളും ഉത്സവമേളവും ഓർമ്മയിലാശയാൽ തെളിയുന്നു വരുന്നു അവരവന്ന വേളയിൽ ഇന്നു തേടുന്നു അതിജീവനത്തിൻ സുഖത പൂർണിമ അവരാന്ന വേളയിൽ ഇന്നു തേടുന്നു അതിജീവനത്തിൻ സുഖത പൂർണിമ. പുരസ്കാരങ്ങൾക്ക് വേണ്ടി ആരുടെ പിറകെയും പോകാത്ത കലാകാരന്മാരിൽ ഒരാൾ എങ്കിലും സ്വീകരണ മുറിയിലെ അലമാരകളിൽ കടത്തനാടൻ ഉദയവർമ്മ രാജ പുരസ്കാരവും ടി.പി. സുകുമാരൻ മാസ്റ്റർ നാടക പുരസ്കാരങ്ങളും തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ സ്വീകരണ മുറിയിലെ അലമാരയിൽ കാണാം. ഓണസങ്കല്പങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. പക്ഷെ അതൊക്കെ ഇവിടെ ഇപ്പോൾ വർണ്ണിച്ച് പറയാനുള്ള സമയക്കുറവും ഒക്കെ ഉണ്ട്. പിന്നെ കാലാവസ്ഥക്ക് മാറ്റങ്ങളുണ്ട്. ഏതായാലും പണ്ട് പോലെ തെളിഞ്ഞൊരു കാലാവസ്ഥയല്ല ഇത്തവണത്തെ ഓണാഘോഷത്തിന് കാണുന്നത്. ഇപ്പോൾ ഓണം ഇരുണ്ടു പോകുമെന്ന് അത്തം വെളുത്താൽ ഓണം കറുക്കും എന്നും അത്തം കറുത്താൽ ഓണം വെളുക്കും എന്നൊക്കെയാണ് പണ്ടത്തെ സങ്കല്പങ്ങൾ. അപ്പോൾ ഇത്തവണ ഇന്ന് ഓണം അത്തം വെളുത്തിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഓണം കറുക്കുമെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഈ വർഷത്തെ തിരുവോണ മഹോത്സവത്തിന് എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയംഗമമായ സന്തോഷവും അതുപോലെ ആശംസകളും ഓണം ഗംഭീരമാവട്ടെ എന്ന എൻ്റെ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം ഇങ്ങനെയൊരു ആശംസകളും അതുപോലെ ഓണത്തെക്കുറിച്ചുള്ള പഴയ ചില കാര്യങ്ങളും ഓർമ്മപ്പെടുത്താനും നിങ്ങളുമായി പങ്കുവെക്കാനുമൊക്കെ സാധിച്ചതിൽ അതിനുള്ള അവസരമുണ്ടാക്കി തന്ന വർത്തമാനം ന്യൂസ് അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ എല്ലാ ആൾക്കാർക്കും അതിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവിധ ഓണാശംസകളും നേരുന്നു. അതുപോലെ ഈ പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി. അതുപോലെ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നമസ്കാരം. വർത്തമാനം ന്യൂസിന് വേണ്ടി അടുത്തലയിൽ നിന്നും സുരേന്ദ്രൻ അടുത്തലയോടൊപ്പം രാജേഷ് എരിപുരം. ഓണം വന്നേ ഓണം വന്നേ മലനാട്ടിൽ നന്മ വിതയ്ക്കാൻ ഓണം വന്നേ. തിരുവോണപ്പാട്ടു പാടാം, തുണി കൊട്ടി താളമടിക്കാം, തിരുവോണത്തപ്പനു മുന്നിൽ തിരുവാതിരയാട്ടമാടാം, തിരുവോണത്തപ്പനു മുന്നിൽ തിരുവാതിരയാട്ടമാടാം.